തൊടുപുഴ കെഎസ്ആർടിസി ഡിപ്പോ മുനിസിപ്പാലിറ്റി അനുവദിച്ച സ്ഥലങ്ങളിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്നതിനു വേണ്ടി നഗരസഭയും കെഎസ്ആർടിസിയും തമ്മിൽ കരാറിലേർപ്പെട്ടു. മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി സെക്രട്ടറിയും കെഎസ്ആർടിസിക്ക് വേണ്ടി എടിഒയുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. ഈ മാസം 14-നോ 15-നോ താൽക്കാലിക കേന്ദ്രങ്ങളിൽ നിന്നും സർവീസ് നടത്താനായേക്കും. നവംബർ 8-ന് ഡിപ്പോ മാറുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും കരാറാകാത്തതുമൂലം തീരുമാനം മാറ്റുകയായിരുന്നു. നവംബർ 13 മുതൽ 16 വരെ തൃശൂരിൽ നടക്കുന്ന സഹകരണ കോൺഗ്രസിലേക്കുള്ള കൊടിമര ജാഥയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. മുൻ എംഎൽഎ കെ.എ. ചന്ദ്രൻ നയിക്കുന്ന ജാഥയെ നെല്ലാപ്പാറയിൽ നിന്നും സ്വീകരിച്ച് അനയിക്കുകയായിരുന്നു. തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിലാണ് സ്വീകരണ സമ്മേളനം നടന്നത്. കൺസ്യൂമർ ഫെഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയ് തോമസ് യോഗം ഉദ്ഘാടനം ചെയ്തു. സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ വി മത്തായി അധ്യക്ഷനായിരുന്നു. ജില്ലയിലെ മുഴുവൻ സഹകരണ സംഘങ്ങളിലെയും പ്രതിനിധികൾ ക്യാപ്റ്റനെ ഹാരമണിയിച്ചു. നിയമനിർമ്മാണങ്ങൾ നമ്മുടെ രാജ്യത്തും പലപ്പോഴായി ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ സഹകരണ വർഷത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കേരളത്തിലും ഈ സഹകരണ കോൺഗ്രസോടുകൂടി അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന നിയമനിർമ്മാണങ്ങൾക്ക് രൂപം കൊടുക്കാൻ വേദിയൊരുങ്ങുന്നു എന്നുള്ളതാണ് ഈ സഹകരണ കോൺഗ്രസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പലപ്പോഴും സഹകരണ കോൺഗ്രസിലുണ്ടാകുന്ന ചർച്ചകൾ 7ാം സഹകരണ കോൺഗ്രസാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലും സഹകരണ കോൺഗ്രസിലുണ്ടായ ചർച്ചകളും ജനകീയ അഭിപ്രായങ്ങളുമാണ് സഹകരണ നിയമത്തിന് അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പ്രേരണ ആയിട്ടുള്ളത് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മുതലാളിത്ത രാജ്യങ്ങളിലാണെങ്കിലും സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിലാണെങ്കിലും സഹകരണ മേഖലയുടെ പ്രവർത്തനം വളരെ ശക്തമായി മുമ്പോട്ട് പോകുന്നത് നമ്മുടെ കൺമുമ്പിൽ നമുക്ക് പലപ്പോഴും കാണാൻ സാധിച്ചിട്ടുണ്ട്. സഹകരണ രംഗം ഇന്ന് കേരളത്തിൽ ഇന്ത്യക്ക് തന്നെ മാതൃകയായ രീതിയിൽ മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. മനുഷ്യ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും സഹകരണ മേഖലയുടെ പ്രവർത്തനം ഉണ്ടായാൽ അതിന്റെ ഗുണം അനുഭവിക്കുന്നത് ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളാണ്, സാധാരണക്കാരാണ്, പാവപ്പെട്ടവരാണ് എന്ന് നിങ്ങൾക്കറിയാം. തൊടുപുഴ നഗരസഭയിൽ NPR രജിസ്ട്രേഷൻ ക്യാമ്പുകൾക്ക് തുടക്കമായി. 1 മുതൽ 8 വരെയുള്ള വാർഡുകൾക്ക് തൊടുപുഴയിൽ ബോയ്സ് ഹൈസ്കൂളിൽ സജ്ജീകരിച്ചിരിക്കുന്ന ക്യാമ്പ് മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ സുബൈദ സയ്യിദ് മുഹമ്മദ്, കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ആധാർ കാർഡ് ഉള്ളവർക്കും NPR രജിസ്ട്രേഷൻ നിർബന്ധമാണെന്ന് മുനിസിപ്പൽ സെക്രട്ടറി അറിയിച്ചു. NPR തയ്യാറാക്കാൻ തുടങ്ങുന്നുണ്ട്. ഇതിനു മുമ്പ് അക്ഷയയുടെ കേന്ദ്രത്തിൽ ആധാർ പദ്ധതി പല സ്ഥലങ്ങളിലും നടത്തിയുണ്ടായി. പക്ഷേ അവിടെ നടത്തി കാർഡ് കിട്ടിയവരും ഇന്ന് ഈ NPR തയ്യാറാക്കുന്ന പദ്ധതിയിലൂടെ വരേണ്ടതായിട്ടുണ്ട്. ആധാർ കാർഡ് കിട്ടാത്തവർക്കും ഇവിടെ വെച്ചാണ് ഒരു മനുഷ്യൻ്റെ സർവ്വ വിവരങ്ങളും രേഖപ്പെടുത്തുന്ന ആ NPR തയ്യാറാക്കുന്നു. നമ്മുടെ കണ്ണും അതുപോലെ ചെവിയും മറ്റ് അവയവങ്ങളുമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ NPR തയ്യാറാക്കുന്നത്. ഈ കാർഡ് നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് എവിടെ പോയാലും ഈ കാർഡ് നമ്മുടെ കൈവശം ഇരിക്കുന്നിടത്തോളം കാലം നമ്മളെ പറ്റിയുള്ള പരിപൂർണമായ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. പൈനാപ്പിൾ സിറ്റിയായ വാഴക്കുളം ഇന്നു മുതൽ ക്ലീൻ സിറ്റി. ഗ്രാമപഞ്ചായത്ത് വിവിധ സംഘടനകളും ചേർന്ന്
സമ്പൂർണ്ണ ശുചീകരണം ഉറപ്പാക്കി. നഗരം മനോഹരമായി നിലനിർത്തുന്നതിനുള്ള നടപടികൾ ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കും. ശുചിത്വ നഗരം പദ്ധതി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എൽദോസ് കുന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പെരുമ്പിള്ളിക്കുന്നേൽ ശുചീകരണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ടോമി തന്നിട്ടാമയ്ക്കൽ അധ്യക്ഷനായിരുന്നു. നിങ്ങൾ കാണിക്കുന്ന വലിയ മാതൃക ഇതാണ് നമുക്ക് ആവശ്യം. നമ്മുടെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോൾ സജീവമായി മുൻപത്തിൽ നിന്ന് പ്രവർത്തിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ടവരും കുടുംബശ്രീ അംഗങ്ങളുമായ നിങ്ങൾ കടന്നു വരുമ്പോഴാണ് നമ്മുടെ നാടിന്റെ മുഖച്ഛായ മാറുന്നത്. അത് മാറുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാൻ തയ്യാറായി മുമ്പോട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര പ്രശംസിച്ചാലും മതിയാകില്ല. ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കടന്നു വരുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനുള്ള ഒരു സൗകര്യം കുറവുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയവുമില്ല. അതുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഉണ്ടാകുന്ന വേസ്റ്റ് അല്ലെങ്കിൽ മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുക എന്നുള്ള വലിയ സന്ദേശം കൂടി നമ്മൾ ഇതിനകത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എവിടെ ഉണ്ടാകുന്ന മാലിന്യമാണെങ്കിലും അവിടെ തന്നെ സംസ്കരിക്കുക. ഉണ്ടാകുന്ന മാലിന്യങ്ങൾ കെട്ടിപ്പറക്കി വാഴക്കുളം ടൗണിൽ കൊണ്ട് ഇടുക എന്നുള്ള ഒരു വലിയ കർമ്മം ആരും ചെയ്യാതെ അവരവരുടെ വീട്ടിലുണ്ടാവുന്ന മാലിന്യങ്ങൾ അടുക്കളയുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും കുഴികുത്തി അവിടെ സംസ്കരിക്കുകയോ അല്ലെങ്കിൽ ബയോഗ്യാസ് പ്ലാന്റ് പോലുള്ള പ്ലാന്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് സ്വന്തമായി മാലിന്യങ്ങൾ സംസ്കരിക്കുവാനും അതുപോലെ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഗ്യാസ് കൊണ്ട് വീട്ടിലെ ഈ ഗ്യാസ് ക്ഷാമമുള്ള കാലത്ത് ഗ്യാസിന്റെ ക്ഷാമം തീർക്കുവാനും ഒക്കെ കഴിയുന്ന ഒരു വലിയ ബൃഹത്തായ പദ്ധതി ഇവിടെ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ടി.എം. ജേക്കബിന്റെ 1ാമത് ചരമവാർഷിക ദിനം കേരള കോൺഗ്രസ് ജേക്കബ് നേതൃത്വത്തിൽ ആചരിച്ചു. തൊടുപുഴ സേവിയേഴ്സ് വെൽഫെയർ ഹോമിലാണ് ചടങ്ങുകൾ നടന്നത്. പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു മട്ടപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. CMP ജില്ലാ സെക്രട്ടറി എസ് സുരേഷ് ബാബു അധ്യക്ഷനായിരുന്നു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ, ഫാദർ മാത്യു ജെ കുന്നത്ത്, രാജൻ താഴത്തൊട്ടിയിൽ, ഷാഹുൽ പള്ളത്തുപറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സ്നേഹവിരുന്നുമുണ്ടായിരുന്നു. കരുത്ത് അദ്ദേഹത്തിന്റെ കൈമുതലാണ്. അത് ഈ KC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ വന്നൊരു എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം കാണുമ്പോൾ വന്നൊരു 20-21 വയസ്സിനപ്പുറം കാണില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആ പ്രായത്തിലാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യം കണ്ടിട്ടുള്ളത്. അന്നും അദ്ദേഹത്തിന്റെ പ്രഭാഷണം അങ്ങനെ വളരെ കരുത്തോടെ അപ്പൊ കാര്യങ്ങൾ ചെയ്യാൻ ഒരുപക്ഷെ ഇപ്പോ നമ്മുടെ കേരളത്തിലൊക്കെ ചില ആളുകളൊക്കെ ഉന്നതിയിലൊക്കെ എത്തുന്നത് ചില വലിയ പ്രസ്ഥാനങ്ങളിലൊക്കെ വക്താക്കളായി നിൽക്കുമ്പോൾ അവരറിയാതെ അത്ര വലിയ പ്രാപ്തരല്ലെങ്കിൽ പോലും ഉന്നതങ്ങളായ ചേറിൽ എത്തിയെന്നിരിക്കാം. പക്ഷെ T.N. ജേക്കബിനെ പോലുള്ള ആളുകൾ എക്കാലത്തും അദ്ദേഹം ഒരു വലിയ പ്രസ്ഥാനം നിന്നയാളായിരുന്നില്ല. പലപ്പോഴും അദ്ദേഹം പ്രസ്ഥാനം ചെയ്തതൊക്കെ ചെറിയ പ്രസ്ഥാനങ്ങളായിരുന്നു. ചെറിയ പ്രസ്ഥാനങ്ങൾ ഇരുന്നുകൊണ്ട് വലിയ പ്രസ്ഥാനത്തിന്റെയും വലിയ പ്രസ്ഥാനത്തിന്റെ ആളുകളെക്കാളൊക്കെ മുകളിൽ കാര്യങ്ങൾ തീരുമാനിക്കുക, സ്വന്തമായി തീരുമാനമെടുക്കുക, തീരുമാനമെടുക്കുമ്പോഴൊക്കെ ആ തീരുമാനം കേരളത്തിന് ഗുണകരമായി മാറുക. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ ഏതൊക്കെ വകുപ്പ്, അതാണ് പ്രത്യേകത. ചില ആളുകൾ ചില വകുപ്പുകളിൽ ഇരുന്നാൽ ആ വകുപ്പ് സുന്ദരമാക്കി പ്രാപ്തമാക്കി അതിനെ ജനത്തിന്റെ ഇടയിൽ അറിയുന്ന വകുപ്പാക്കി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ആദരണീയനായ അദ്ദേഹത്തിന്റെ കയ്യിൽ ഏത് വകുപ്പ് കിട്ടിയാലും ആ വകുപ്പുകളൊക്കെ കേരളത്തിന് പ്രയോജനപ്രദമാക്കാം. തൊടുപുഴ നഗരസഭയിൽ നവംബർ 18, 25 തീയതികളിൽ കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനം നടത്തും. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം നടന്നു. റെസിഡൻസ് അസോസിയേഷനുകൾ, കുടുംബശ്രീ യൂണിറ്റുകൾ, ആശാ അംഗനവാടി പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനം നടക്കുന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോസഫ് ജോൺ, ഷിബ്ലി സാഹിബ് എന്നിവർ സംസാരിച്ചു. ഈ പ്രവർത്തനം വളരെ ഭംഗിയായി നമ്മുടെ നഗരസഭയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിരുന്നുകൊണ്ട് നമുക്ക് ഒരുപിടി പകർച്ചവ്യാധികളിൽ നിന്നൊക്കെ ആളുകളെ രക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചില വീടുകളിലൊക്കെ വളരെ നന്നായി ഈ കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. ചില വീടുകളിൽ അത് ശ്രദ്ധിക്കപ്പെടുന്നില്ല ആളുകൾ, അതുകൊണ്ട് അതിൻ്റെതായ ദൂഷ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ നമ്മുടെ വീടിൻ്റെ പരിസരം ശുചിത്വമായി സൂക്ഷിക്കാൻ തയ്യാറായാൽ അത് വലിയ പ്രയോജനമുണ്ടാകും. അത് മറ്റുള്ളവരെ കൂടി നമ്മൾ ബോധ്യപ്പെടുത്തുക. മറ്റുള്ളവരെ കൂടി ബോധ്യപ്പെടുത്തുന്നതിൻ്റെ ആരംഭമാണ് നമ്മൾ ഈ ഞായറാഴ്ച നടത്താൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഈ ആളുകളെ ആ വീട്ടുകാരെ കാണിച്ചു കൊടുക്കുകയും അവരെ കൂടി സഹകരിപ്പിച്ചുകൊണ്ട് നാളുകളിൽ അത് ഇതുപോലുള്ള ഈ കൊതുക് കെട്ടിക്കിടക്കാനുള്ള ഉറവിടം ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യം അവരെ ബോധ്യപ്പെടുത്തി കൊടുത്താൽ എല്ലാ വീട്ടിലെയും ആ വീടിൻ്റെ ആളുകൾ അത് ചെയ്യുമെന്ന കാര്യം സംശയമില്ല. കാരണം ഈ രോഗങ്ങൾ പിടിപെട്ട ഡെങ്കിപ്പനിയും അല്ലെങ്കിൽ ഈ മഞ്ഞപ്പിത്തവും
ഒക്കെ പിടിപെട്ടാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് ആളുകളെ മനസ്സിലാക്കി കൊടുക്കാൻ ഇതിനോടകം തന്നെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞതുകൊണ്ടാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഞാൻ ഈ രോഗങ്ങളെ നമുക്ക് ഒരു പരിധിവരെ തൊഴിൽ നഗരസഭയിൽ നിന്ന് അകറ്റി നിർത്താൻ കഴിഞ്ഞിട്ടുള്ളത്. വളരെ കുറച്ച് മാത്രമേ റിപ്പോർട്ടുകൾ നമുക്ക് താലൂക്ക് ആശുപത്രിയിൽ ലഭിച്ചിരുന്നുള്ളൂ ഈ രോഗങ്ങൾ പിടിപെട്ടവരുടെ. മറ്റ് വണ്ണപ്പുറം പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് വെള്ളിയാമറ്റം പോലെയുള്ള പഞ്ചായത്തുകളിൽ നിന്ന് വന്നാൽ പോലെയുള്ള റിപ്പോർട്ട്. കാരിക്കോട് സഹകരണ ബാങ്കിൽ LDF നേതൃത്വത്തിലുള്ള സഹകരണ സംരക്ഷണ മുന്നണി മുഴുവൻ സീറ്റ് നേടി വിജയിച്ചു. ബാങ്ക് തുടർച്ചയായി LDF ഭരണത്തിലാണ്. ഈ സംഘത്തിന്റെ അടുത്ത ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുത്തതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. ജോസ് ജോൺ നെടുങ്കല്ലിൽ, രാജൻ PS ശിവരാമൻ പുത്തൻപുരയിൽ, സജികുമാർ ബാലകൃഷ്ണപിള്ള ഈന്തുങ്കൽ, ഷാഫൂർ ഹമീദ് മൈദിൻ മുണ്ടയ്ക്കാമറ്റത്തിൽ, ഷാജി സെയ്ദ് മുഹമ്മദ് ചെട്ടിമഠത്തിൽ, സുരേന്ദ്രബാബു നാരായണൻ കുഴിത്താലിൽ, അബ്ദുൾ അസീസ് കാസിം ചീങ്കല്ല്. സ്ഥാനാർത്ഥികൾക്കും ഏജന്റുമാർക്കും അംഗങ്ങൾക്കും ടെററിസ്റ്റ് പാർട്ടികളിലും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് നടപടികൾ അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. വഴുത്തല മാവേലി സ്റ്റോർ മാനേജറെ ആക്രമിച്ചവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ജോയിന്റ് കൗൺസിൽ. ഈ ആവശ്യം ഉന്നയിച്ച ജീവനക്കാർ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രകടനം നടത്തി. D ബിനിൽ, R ബിനുമോൻ, V ഹരിദാസ്, B സുധർമ്മ തുടങ്ങിയവർ പ്രസംഗിച്ചു. സപ്ലൈ ഡിപ്പാർട്ട്മെന്റുമായി പരിശോധിക്കുമ്പോൾ സിവിൽ സപ്ലൈസ് വകുപ്പും സിവിൽ സപ്ലൈസിന്റെ കോർപ്പറേഷനും അടക്കമുള്ള ബഹുമുഖ രീതിയിലുള്ള പൊതുവിതരണ സമ്പ്രദായം രാജ്യത്തെമ്പാടും കേരളത്തിലെമ്പാടും നടപ്പാക്കി വന്നിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാവേലി സ്റ്റോറുകളിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർ, അവിടെ നിയമിക്കപ്പെട്ടിരിക്കുന്ന മാനേജർ, ആ മാനേജരെ സഹായിക്കുവാൻ വേണ്ടി സഹായികളായി നിയമിക്കുന്ന ആളുകൾ, ഇത്തരത്തിലുള്ള ആളുകളെ നിയമിക്കുന്നതിനുള്ള അധികാരം കാലങ്ങളായി കീഴ്വഴക്കമെന്നോളം സിവിൽ സർവീസിന്റെ ഒരു കടമ എന്നുള്ള രീതിയിൽ സഹായികളെ നിയമിക്കുവാൻ അവിടുത്തെ സ്റ്റോർ മാനേജറെ അധികാരപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ വർഷങ്ങളായി തുടർന്നു വരുന്ന സഹായിയായി വെച്ചിരിക്കുന്ന ആളെ യാതൊരു വിധ കാരണങ്ങളും പറയാതെ ഒരു ഭരണമാറ്റത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, ഒരു വകുപ്പ് മന്ത്രിയുടെ ഇഷ്ടക്കാരനെ നിയമിക്കണമെന്നുള്ള പേര് പറഞ്ഞുകൊണ്ട് അത് യാതൊരു ന്യായീകരണവുമില്ലാതെ സ്ഥലം അവിടെ നിന്ന് പിരിച്ചുവിടപ്പെടുകയും അതിൽ നിന്നും യാതൊരു കാര്യക്ഷമതയും ഇല്ലാതെ വകുപ്പ് മന്ത്രിയുടെ ചട്ടുകമായി നിൽക്കുന്നു എന്നുള്ള ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് വേറൊരു ജീവനക്കാരനെ അവിടെ നിയമിക്കുവാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിരുന്നു. ഗ്രാമീണ ഉപജീവന മിഷൻ നോഡൽ ഏജൻസി സ്ഥാനത്ത് നിന്നും ഗ്രാമവികസന വകുപ്പിനെ മാറ്റി കുടുംബശ്രീയെ നോഡൽ ഏജൻസിയാക്കിയ നടപടി പുനഃപരിശോധിക്കണമെന്ന് ഗ്രാമവികസന വകുപ്പ് ജീവനക്കാരുടെ ഐക്യവേദി. ഈ ആവശ്യം ഉന്നയിച്ച ജീവനക്കാർ നവംബർ 14 ഇടുക്കി കളക്ടറേറ്റ് പടിക്കൽ ധർണ നടത്തും. PT തോമസ് MP, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുക്കും. ഇതിന് മുമ്പുണ്ടായിരുന്ന ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം അത് ഗ്രാമവികസന വകുപ്പ് വഴിയാണ് നടപ്പാക്കുന്ന. വില്ലേജ് ഓഫീസർമാരും വില്ലേജ് സ്റ്റേഷൻ ഓഫീസർമാർ വഴി, അതുപോലെ തന്നെ BDOമാർ വഴി, സ്റ്റേഷൻ ഓഫീസർമാർ വഴിയെല്ലാം നടപ്പാക്കിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ജില്ലാ തലത്തിലാണെങ്കിൽ അതിന് റൂറൽ ഡെവലപ്മെന്റ് ഏജൻസി ഉണ്ടായിരുന്നു. അതിനുശേഷം വന്ന SGC പ്രോഗ്രാം ആണെങ്കിൽ പോലും ഇതുപോലെ തന്നെ ഗ്രാമവികസന വകുപ്പ് വഴി DRD വഴിയുമാണ് നടപ്പാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിൻ്റെ പുതിയ പേര് മാറ്റിയിട്ട് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു പദ്ധതി 2011 കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച് നടപ്പാക്കി. അത് ഇപ്പോൾ ഗ്രാമവികസന വകുപ്പിനെ ഒഴിവാക്കിയിട്ട് പകരം കുടുംബശ്രീ വഴി നടപ്പാക്കാനായിട്ടുള്ള ഒരു നടപടിയായിട്ട് സംസ്ഥാന ഗവൺമെൻറ്റുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് ഗൈഡ് ലൈൻ പ്രകാരം ഇത് ഓരോ സ്റ്റേറ്റിലും മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള ഒരു സമിതിയും അതിൻ്റെ
കൺവീനറായിട്ട് ഗ്രാമവികസന വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഒരു സമിതിയാണ് ഇതിൻ്റെ നേതൃത്വം നൽകേണ്ടത്. എല്ലാ സംസ്ഥാനങ്ങളിലും ഗ്രാമവികസന വകുപ്പ് വഴി ഈ പദ്ധതി വിജയകരമായിട്ട് നടപ്പാക്കുമ്പോൾ കേരളത്തിൽ മാത്രം അത് കുടുംബശ്രീ വഴി നടപ്പാക്കാനായിട്ടുള്ള ഒരു പദ്ധതിയായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജീവനക്കാർക്കുള്ള ഒരു പ്രതിഷേധം ഗവൺമെൻറ്റിൽ അറിയിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഇത് ഗ്രാമവികസന വകുപ്പിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനും വേണ്ടി ഈ മാസം 14-ാം തീയതി ഇടുക്കി ജില്ലാ കളക്ടറേറ്റിൻ്റെ ഫ്രണ്ടിൽ ഗ്രാമവികസന വകുപ്പിലെ ജീവനക്കാരുടെ എല്ലാം കൂടെ ഒരു സംയുക്തമായിട്ടുള്ള ഒരു ഉച്ചവരെയുള്ള ഒരു ധർണ സംഘടിപ്പിക്കുന്നുണ്ട്. ധർണ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഇടുക്കി MP ശ്രീ PT തോമസ് ആണ്. അതുപോലെ തന്നെ ജില്ലയിലെ മറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ അതിൽ അഭിസംബോധന ചെയ്യുകയും ഈ പദ്ധതി ഗ്രാമവികസന വകുപ്പ് വഴി തന്നെ